ചരിത്രം ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സാമ്രാജ്യം കൺമുന്നിൽ തകർന്ന തരിപ്പണമാകുമ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ കൊടിമരം ലോകത്തിന്റെ നെറുകയിൽ വാനോളം ഉയരുകയാണ്. അതെ, ഇന്നലെ വരെ ലോകത്തെ വിരട്ടിയിരുന്ന ചൈനയുടെ കോട്ടകൾ അക്ഷരാർത്ഥത്തിൽ നിലം പൊത്തിയിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും പട്ടാള അട്ടിമറി നടക്കാമെന്ന മരണഭയത്തിൽ ചൈനീസ് പ്രസിഡന്റ് കൊട്ടാരത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ വിറങ്ങലിച്ച് ഒളിച്ചിരിക്കുകയാണ്. സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ കഴിയാതെ വളർത്തിയ പട്ടാള ജനറൽമാരെ പോലും ദ്രോഹികളെന്ന് മുദ്രകുത്തി പുറത്താക്കി ജീവന് വേണ്ടി കേണുകൊണ്ടിരിക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു പച്ചയായ പരാജയമായി മാറിയിരിക്കുന്നു. റിയൽ എസ്റ്റേറ്റ് തകർന്ന് ബാങ്കുകൾ പൂട്ടി ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിലില്ലാതെ പെരുവഴിയിലായതോടെ ചൈനീസ് സമ്പദ് വ്യവസ്ഥ ഇന്ന് ശ്വാസം കിട്ടാതെ പിടയുകയാണ്. എന്നാൽ അതേ നിമിഷം ലോകത്തിന്റെ മറ്റൊരു കോണിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ഇന്ത്യയുടെ വിജയമാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാസ്റ്റർ ക്ലാസ് നയതന്ത്രം കണ്ട് ഇന്ന് വിറങ്ങലിച്ചു നിൽക്കുകയാണ് വൻ ശക്തികൾ. മലേഷ്യയും ഇസ്രായേലും യൂറോപ്പും പശ്ചിമേഷ്യയും മുതൽ ഇൻഡോ പസഫിക് മേഖല വരെ മോദി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഈ ജൈത്രയാത്ര കണ്ട് ലോകം ഒന്നടങ്കം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. ചൈനയെ ചവിട്ടിയെറിഞ്ഞ് ആഗോള കമ്പനികളും നിക്ഷേപകരും ഇന്ന് ഇന്ത്യയിലേക്ക് വരിവരിയായി ഒഴുകിയെത്തുകയാണ്. സെമി കണ്ടക്ടറും ഡിജിറ്റൽ വിപ്ലവവും കരുത്തായപ്പോൾ ലോകത്തിന്റെ അനിവാര്യമായ ഒരേ ഒരു മഹാശക്തിയായി നമ്മുടെ ഇന്ത്യ മാറി. ചൈനീസ് സാമ്രാജ്യത്തിന്റെ ഈ തകർച്ചയ്ക്ക് പിന്നിലെ ഞെട്ടിക്കുന്ന സത്യം എന്താണ്? ഇന്ത്യ എങ്ങനെയാണ് ഈ ചരിത്രപരമായ മാന്ത്രിക തീർത്തത്? നോക്കാം. പ്രേക്ഷകരെ, 2026 ആദ്യ പകുതി പിന്നിടുമ്പോൾ ലോകരാഷ്ട്രങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ചതും പവർഫുള്ളുമായ ഒരു നയതന്ത്ര ജൈത്രയാത്രയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാഴ്ചവെച്ചിരിക്കുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ജീവഭയത്താൽ ബീജിംഗ് കൊട്ടാരം വിട്ട് പുറത്തിറങ്ങാൻ പോലും നിൽക്കുമ്പോൾ ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഭാരതത്തിന്റെ കൊടി നാട്ടുകയാണ് മോദി. ആ വിസ്മയകരമായ വിദേശ യാത്രകളുടെ കണക്കുകൾ കേവലം കാഴ്ചകളല്ല, ലോകം രാഷ്ട്രീയത്തിന്റെ തന്നെ കടിഞ്ഞാടൻ ഇന്ത്യയുടെ കൈകളിലാണെന്ന് തെളിയിക്കുന്ന മാസ്റ്റർ ക്ലാസ് നീക്കങ്ങളാണ്. ഈ വർഷം ഫെബ്രുവരിയിൽ മലേഷ്യ ഇസ്രായേൽ സന്ദർശനങ്ങളോടെയാണ് മോദി ഈ ചരിത്ര യാത്രകൾക്ക് തുടക്കമിട്ടത്. പരമ്പരാഗതമായി ഇന്ത്യയുടെ സുഹൃത്തുക്കളായ രാജ്യങ്ങളുമായുള്ള ബന്ധം പുതിയൊരു തലത്തിലേക്ക് ഉയർത്തുകയായിരുന്നു അവിടെ. തുടർന്ന് മെയ് മാസത്തിൽ ആഗോള രാഷ്ട്രീയത്തിലെ വൻ ശക്തികളായ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പശ്ചിമേഷ്യയിലേക്കും മോദി തന്റെ പര്യടനം വ്യാപിച്ചു. ലോകം ഉറ്റുനോക്കുന്ന നയതന്ത്ര ചർച്ചകളാണ് അവിടെയെല്ലാം അരങ്ങേറിയത്. പിന്നീട് ജൂണിൽ ഫ്രാൻസ്, സ്ലൊവാക്യ തുടങ്ങിയ രാജ്യങ്ങളിലെത്തി ആഗോള സഹകരണത്തിന്റെ പുതിയ അധ്യായങ്ങൾ രചിച്ച മോദി ജൂലൈ മാസത്തോടെ ആ ലക്ഷ്യങ്ങൾക്ക് അന്തിമ രൂപം നൽകി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട പവർഫുള്ളായ ഇൻഡോ പസഫിക് യാത്രയോടെയാണ് ഈ ഘട്ടം അദ്ദേഹം പൂർത്തിയാക്കിയത്. ഇത് വെറും ഔദ്യോഗിക സന്ദർശനങ്ങളായിരുന്നില്ല പ്രേക്ഷകരെ. പ്രതിരോധ സഹകരണം, സുരക്ഷിതമായ വിതരണ ശൃംഖലകൾ, സെമി കണ്ടക്ടർ നിർമ്മാണ പങ്കാളിത്തം, സമുദ്ര സുരക്ഷ എന്നിവയിലെല്ലാം ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിച്ച നിർണായക നീക്കങ്ങളായിരുന്നു ഇവയെല്ലാം. പരമ്പരാഗതമായി ചൈനയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന രാജ്യങ്ങൾ പോലും ഇന്ന് ചൈനയുടെ കടക്കെണി നയതന്ത്രം ഉപേക്ഷിച്ച് ഇന്ത്യയുമായി കൈകോർക്കാൻ വരിവരിയായി നിൽക്കുന്നു. പരസ്പര വിശ്വാസത്തിലും സാങ്കേതിക കൈമാറ്റത്തിലും അധിഷ്ഠിതമായ പുതിയൊരു ലോകക്രമമാണ് മോദിയുടെ ഈ വിദേശ യാത്രകൾ ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നത്. ചൈനീസ് ഭരണാധികാരി സ്വന്തം അതിർത്തിക്കുള്ളിൽ ഒളിച്ചിരിക്കുമ്പോൾ ലോകവേദികളിൽ മുഴുവൻ നിറസാന്നിധ്യമായി മാറുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ പ്രേക്ഷകരെ, നരേന്ദ്രമോദി തന്റെ നയതന്ത്ര കലണ്ടർ ചരിത്രത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ചതാക്കി മാറ്റി ലോകം മുഴുവൻ പറന്നുയരുമ്പോൾ ചൈനയുടെ അവസ്ഥ എന്താണെന്നറിയാമോ? ഇതിന്റെ നേരെ വിപരീതം. ലോകം മുഴുവൻ ഇന്ത്യയുടെ കൊടി നാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി മുന്നോട്ട് കുതിക്കുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് അതിന്റെ തലസ്ഥാനമായ ബീജിംഗിലെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഉത്തര കൊറിയയിലേക്കുള്ള ആ ഒറ്റപ്പെട്ട യാത്ര മാറ്റിവെച്ചാൽ ഷീ ജിൻപിങ് ഇതുവരെ വേറെ ഒരിടത്തേക്കും കാലുകുത്തിയിട്ടില്ല. സ്വന്തം രാജ്യത്ത് എപ്പോൾ വേണമെങ്കിലും പട്ടാള അട്ടിമറി നടക്കാമെന്ന മരണഭയത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്.
പ്രധാനമന്ത്രി മോദി ലോകരാജ്യങ്ങളെയെല്ലാം സന്ദർശിച്ച് പുതിയ നയതന്ത്ര വിജയങ്ങൾ കുറിക്കുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് തന്റെ സ്വന്തം സൈന്യത്തെ പോലും വിശ്വസിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. അടുത്തിടെ ചൈനീസ് പ്രതിരോധ മന്ത്രാലയം 9 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയാണ് ദ്രോഹികൾ എന്ന് മുദ്രകുത്തി പുറത്താക്കിയത്. അതിൽ ഏറ്റവും വലിയ ഞെട്ടൽ എന്താണെന്നറിയാമോ? അമിത ഉൽപാദനം നടക്കുന്നുണ്ടെങ്കിലും അത് വാങ്ങാൻ സ്വന്തം ജനങ്ങളുടെ കയ്യിൽ പണമില്ല. ഈ പ്രതിസന്ധി മറികടക്കാൻ ചൈന തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് തള്ളിവിട്ടതോടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അടക്കമുള്ളവരുമായി കടുത്ത വ്യാപാര യുദ്ധത്തിലുമാണിവർ. ആഗോള കമ്പനികളാകട്ടെ China+1 നയം സ്വീകരിച്ച് തങ്ങളുടെ ഫാക്ടറികളും നിക്ഷേപങ്ങളും ചൈനയിൽ നിന്ന് മാറ്റി ഇന്ത്യയിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും മണ്ടി കയറിക്കഴിഞ്ഞു. ഇതിന്റെ എല്ലാ ഫലമായി 2026 കണക്കുകൾ പ്രകാരം ചൈനയുടെ GDP വളർച്ച വെറും 4%-3%-ആയി കൂപ്പുകുത്തി വീണിരിക്കുന്നു. അതായത് പ്രേക്ഷകരെ, നയതന്ത്രപരമായും സാമ്പത്തികമായും ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യ അതിവേഗം കുതിച്ചുയരുമ്പോൾ സ്വന്തം അതിർത്തിക്കുള്ളിൽ ശ്വാസം കിട്ടാതെ അട്ടിമറി ഭയത്തിൽ ശവപ്പെട്ടിയിൽ അകപ്പെട്ടതുപോലെ കിടക്കുകയാണ് ഇന്ന് ചൈനീസ് ഭരണകൂടം. വായുസേന, കരസേന, സൈബർ സ്പേസ് ഫോഴ്സ് എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങളിലെ നിരവധി ജനറൽമാരെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും നീക്കം ചെയ്തു. ഈ ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും ഷീ ജിൻപിങ് സ്വയം മുൻകൈയെടുത്ത സ്ഥാനക്കയറ്റം നൽകിയവരായിരുന്നു. പാർട്ടിയിലെ ശത്രുക്കളെ മാത്രമല്ല, സ്വന്തം വിശ്വസ്തരെ പോലും ഷിക്ക് ഭയക്കേണ്ടി വരുന്നുവെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ആഗോള രംഗത്ത് മുന്നേറി ഇന്ത്യ ചൈനയുടെ സാമ്പത്തിക തകർച്ചയും ഭാരതത്തിന്റെ സാമ്പത്തിക സ്ഥിരതയും നയതന്ത്ര കുതിപ്പും ഒരേ സമയത്താണ് സംഭവിക്കുന്നതെന്നത് ബീജിങ്ങിനെ അസ്വസ്ഥമാക്കുന്നു. അമേരിക്കയുമായുള്ള സാങ്കേതിക വ്യാപാര യുദ്ധം സെമി കണ്ടക്ടർ മേഖലയിൽ ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. എന്നാൽ ന്യൂഡൽഹിക്ക് ഇത് വലിയൊരു അവസരം തുറന്നു നൽകി. ഈ ഒരു അനുകൂല സാഹചര്യത്തിലാണ് മോദി ഭാരതത്തിന്റെ നയതന്ത്ര സ്വാധീനം അതിവേഗം വിപുലീകരിക്കുന്നത്. ഇതിനായി പരമ്പരാഗതമായി ചൈനയുമായി അടുത്ത സാമ്പത്തിക ബന്ധം പുലർത്തിയിരുന്ന രാജ്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി തന്റെ നയതന്ത്ര യാത്രകൾ വ്യാപിപ്പിച്ചു. വിദേശ നിക്ഷേപകരെ ആകർഷിക്കുന്നതിലും ആഗോള വിതരണ ശൃംഖലകളിൽ ഭാരതത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിലും ഈ യാത്ര കൂടുതൽ പങ്കുവഹിച്ചു. പ്രതിരോധ സഹകരണം, സുരക്ഷിതമായ വിതരണ ശൃംഖലകൾ, സെമി കണ്ടക്ടർ നിർമ്മാണ പങ്കാളിത്തം, സമുദ്ര സുരക്ഷ എന്നിവയ്ക്കാണ് തന്റെ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി മുൻഗണന നൽകിയത്. ഓസ്ട്രേലിയ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ഭാരതത്തിന്റെ തന്ത്രപരമായ പങ്കാളിത്തം ഇന്തോ പസഫിക് മേഖലയിലെ ചൈനയുടെ ആധിപത്യത്തിന് കടുത്ത വെല്ലുവിളിയാണ്. ചൈനയുടെ കടക്കണി നയതന്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി പരസ്പര വിശ്വാസത്തിലും സാങ്കേതിക കൈമാറ്റത്തിലും അധിഷ്ഠിതമായ ഒരു പുതിയ നയതന്ത്ര മാതൃകയാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് ആഗോളതലത്തിൽ ഭാരതത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും വലിയൊരു ശക്തിയായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ഈ ഒരു വിജയത്തിന് പിന്നിൽ വെറും സന്ദർശനങ്ങൾ മാത്രമല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ആഭ്യന്തര നയങ്ങളും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ആഗോള കമ്പനികളെ രാജ്യത്തേക്ക് ആകർഷിക്കുന്നതിനായി നടപ്പിലാക്കിയ PLI പദ്ധതികളും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങളും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ഭദ്രമാക്കി. ലോകരാജ്യങ്ങൾ ചൈനയ്ക്ക് ബദലായി മറ്റൊരു വിശ്വസ്ത പങ്കാളിയെ തിരഞ്ഞ വേളയിലാണ് ഇന്ത്യ ഡിജിറ്റൽ വിപ്ലവത്തിലൂടെയും സുസ്ഥിരമായ ജനാധിപത്യ ഭരണക്രമത്തിലൂടെയും വിശ്വാസ്യത തെളിയിച്ചത്. ഇത് ആഗോള വിതരണ ശൃംഖലയിലുള്ള ചൈനീസ് മേധാവിത്വത്തിന് ഇളക്കം തട്ടുവാൻ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തെ ഒരു അനിവാര്യ ശക്തിയായി ഉയർത്തുകയും ചെയ്തു. ചുരുക്കത്തിൽ, ചൈന നേരിടുന്ന ആഭ്യന്തര അസ്വസ്ഥതകളും കടുത്ത സാമ്പത്തിക തകർച്ചയും അവരെ സ്വന്തം അതിർത്തിക്കുള്ളിൽ തളച്ചിടുമ്പോൾ ഇന്ത്യ ആഗോള വേദിയിൽ നിറ സാന്നിധ്യമാവുകയാണ്. സൈനിക അട്ടിമറിയും ഭീതിയുടെ നിഴലിൽ ബീജിംഗ് പ്രതിസന്ധിയിലാകുമ്പോൾ തുറന്ന നയതന്ത്രത്തിലൂടെയും സാമ്പത്തിക സുസ്ഥിരതയിലൂടെയും ലോകത്തിന്റെ വിശ്വസ്ത മിത്രമായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചു. ആഭ്യന്തര പ്രതിസന്ധികൾ ഒരു വൻശക്തിയെ എങ്ങനെ തളർത്തുമെന്നതിന് ചൈനയും ദീർഘവീക്ഷണമുള്ള നേതൃത്വവും സുസ്ഥിരവുമായ ഒരു രാജ്യത്തിന് എങ്ങനെ കുതിച്ചുചാട്ടം സമ്മാനിക്കുമെന്ന് ഇന്ത്യയും ലോകത്തിനു മുന്നിൽ ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.